എഡ്യൂക്കേഷൻ എൻകൗണ്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അണ്ണാമല യൂണിവേഴ്സിറ്റിയിലുള്ള മറ്റ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് UGC അംഗീകാരമില്ലല്ലോ, അപ്പോൾ കേരളത്തിലെ MP മാർക്കും MLA മാർക്കും മന്ത്രിമാർക്കും എല്ലാം പരാതി കൊടുത്താൽ എല്ലാം ഉടനെ തന്നെ ശരിയാകുമെന്ന്. അത് തെറ്റിദ്ധാരണയാണ്. MP പരാതി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ MP പാർലമെൻറ്റിൽ സംസാരിച്ചെന്ന് വരാം. പക്ഷേ ഇത് സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസാണ്. അതെല്ലാവർക്കും ഓർമ്മ വേണം. ഇപ്പോൾ പറഞ്ഞത് അതൊരു കാര്യം. ഈ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, MP മാർക്ക് പരാതി കൊടുത്തു വിദ്യാർത്ഥികളെല്ലാം ചേർന്ന്. പക്ഷേ ഇവർ പാർലമെൻറ്റിൽ സംസാരിക്കുമെന്ന് എന്താണ് ഉറപ്പ്? എല്ലാവരും ഒന്ന് ഓർക്കുക, ഹൈക്കോടതിയിൽ പോലുമല്ല കേസിരിക്കുന്നത്, സുപ്രീം കോടതിയിലാണ് കേസിരിക്കുന്നത്. ഈ സുപ്രീം കോടതി കേസിലിരിക്കുന്നതിനാൽ കേരളത്തിലെ MP മാരും MLA മാരും മന്ത്രിമാരും മാധ്യമപ്രവർത്തകരാരെങ്കിലും ഈ ഒരു വിഷയം ഏറ്റെടുക്കുമോ? നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. മുമ്പൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മദ്രാസ് ഹൈക്കോടതി വിധി 2023 ജനുവരിയിൽ വന്നതാണ്. കേരളത്തിലെ ഒരു പത്രമാധ്യമങ്ങളും മീഡിയക്കാരും ഈ ഒരു ജഡ്ജിമെൻറ്റിനെ പറ്റി ഒരു ന്യൂസിലും പബ്ലിഷ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിമെൻറ്റിനെ പറ്റി കേരള സ്റ്റേറ്റിൽ ഒരു ന്യൂസ് ചാനലുകൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ എൻകൗണ്ടർ യൂട്യൂബ് ചാനലിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് മറ്റ് യൂട്യൂബ് ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഞങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാം, എല്ലാവരും കേൾക്കണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഞങ്ങൾ പരാതി കൊടുത്തു, രാഷ്ട്രപതിക്ക് ഞങ്ങൾ പരാതി കൊടുത്തു, അതേപോലെ തന്നെ സെൻട്രൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രതാപിന് പരാതി കൊടുത്തിട്ടുണ്ട്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ പരാതി കൊടുത്തിട്ടുണ്ട്, കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, UGCക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായ MG കാലിക്കറ്റ്, കേരള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തമിഴ്നാട് ഗവൺമെൻറ്റിനും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും UGC എഡ്യൂക്കേഷൻ സെക്രട്ടറിക്കും അതുപോലെ എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു UGC അപ്രൂവലിനെ സംബന്ധിച്ച്. ഇതോടൊപ്പം ഞങ്ങൾ തമിഴ്നാട്ടിലെ ഗവർണർ രവിക്ക് കൂടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും റിജക്റ്റാണ് ചെയ്തത്. കേരള, തമിഴ്നാട്, സെൻട്രൽ ഗവൺമെൻറ് വരെ ഞങ്ങൾ പരാതി കൊടുത്തു. എന്നിട്ട് 3 സ്റ്റേറ്റിലുള്ള ആരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തില്ല. എന്നിട്ടാണ് ഇനി കേരളത്തിലെ MPയോ MLAയോ മന്ത്രിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ചിന്തിച്ച് നോക്കൂ. ഒരു സമാധാനത്തിന് വേണ്ടി കൊടുക്കാം MPക്ക്, MLAക്ക്, മന്ത്രിക്ക്. പക്ഷേ അത് അവർ ഉഴുന്ന് വടയ, പരിപ്പ് വടയ, പൊതിയ മാത്രമാണ് എടുക്കുന്നത്. വേറെ ഉപയോഗം കാണൂല. 3 വർഷമായിട്ട് വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യാത്ത ഇവർ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒന്നും നടക്കില്ല. എനിക്ക് എല്ലാവരുടെ പറയാനുള്ളത്, സുപ്രീം കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ട് പോവുക എല്ലാവരും. അത് ഏക വഴിയുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നമ്മൾ പോയിരിക്കുന്ന വഴി ശരിയാണോ തെറ്റാണോ? ഞങ്ങൾ എല്ലായിടത്തും പോയി, എല്ലാവർക്കും പരാതിയും കൊടുത്തു. ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നമ്മൾ പിന്നെയും അവരെ ബാഗിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സമയം പാഴാണ്. ഇനി അധിക സമയമൊന്നും മുൻപോട്ടില്ല. ചിലർ 2024 പിന്നെ MPക്കും MLAക്കും മന്ത്രിക്കും പരാതി കൊടുക്കാൻ പോകുന്നു. 2023 22 ചെയ്യേണ്ട കാര്യമാണ് അവർ 2024 ചെയ്യുന്നത്. ഇപ്പം കോടതിയിലാണ് കേസ് ഇരിക്കുന്നത്. ഇനി കോടതിയാണ് നമ്മൾ നോക്കുന്നത്. ഇവർക്കൊന്നും പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇവരെക്കാട്ട് മുകളിലുള്ളവർക്ക് പരാതി കൊടുത്തു. ഇനി ഇവിടെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കൊടുക്കേണ്ട സമയം ഉണ്ടായിരുന്നു, അത് അപ്പോഴും കൊടുക്കണമായിരുന്നു. 2023 മദ്രാസ് ഹൈക്കോടതി വിധി വന്ന സമയത്ത്. പക്ഷേ ഇപ്പം കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി. 2024 UGC അഗെയിൻസ്റ്റായിട്ട് സുപ്രീം കോടതിയിലും പോയിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി തന്നെ പറയണം, അതേ ഇനി ഏക വഴിയുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ നോക്കി അതിനനുസരിച്ച് തീരുമാനം എടുക്കുക എല്ലാവരും. നിങ്ങളുടെ മുമ്പിൽ ഓപ്ഷനുകളുണ്ട്, നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിങ്ങളുടെ പൈസയ്ക്ക് ഒരു സീനിയർ അഭിഭാഷകനെ വെച്ച് സുപ്രീം കോടതിയിൽ പോവുക, നിങ്ങളുടെ മാത്രം റിസ്കിൽ. അതുമല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ഞങ്ങളുടെ കൂടെ വരിക, കേസുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച് പെറ്റീഷനേഴ്സ് ആകെ. ഞങ്ങൾ നിങ്ങളാരും നിർബന്ധിക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടമാണ് വരണോ പോണോ എന്നത്. കാരണം നിങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ ആവശ്യമൊന്നുമല്ല. ഇനി ഞങ്ങളുടെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ മദ്രാസ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ ഓൾറെഡി പേര് കൊടുത്തു, ലിസ്റ്റും വന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ സൈറ്റിലും സുപ്രീം കോടതിയുടെ സൈറ്റിലും ഞങ്ങളെ പേരുകളെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇനി പ്രൊട്ടക്ഷൻ ഓർഡർ കിട്ടിയാൽ മാത്രം മതി. ബാക്കി പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഓർഡർ തരുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ്. ആ ഓർഡറിന് വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ 10 പെറ്റീഷനേഴ്സ് ഒഴിച്ച്
ബാക്കി ആരും തന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോലും പോയിട്ടില്ല. ആരെയും പേര് പോലും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നിങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ തന്നെ സംരക്ഷിക്കുക? ഇനി എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരോടും എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവരടുത്ത് എനിക്ക് പറയാനുള്ളത്, UGC അംഗീകാരം ഉടനെ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്നതിന് തുല്യമാണ്. UGC കേസ് നോക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനിരിക്കുക. ആ കേസ് ഒരു 8 വർഷമോ 10 വർഷമോ എടുക്കും, ഒരു ഗ്യാരണ്ടിയും ഇല്ല. കാര്യം 28 പെറ്റീഷനേഴ്സുള്ള കേസാണ്. ഞാൻ മുമ്പ് പല വീഡിയോയിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. 28 പെറ്റീഷനേഴ്സ് കേസ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും വക്കീൽ പോലും ആയിട്ടില്ല സുപ്രീം കോടതിയിൽ കേസ് പറയാൻ. ആരും ഹാജരാകുന്നുമില്ല. അങ്ങനെയാണ് UGC കൊടുത്ത കേസിൻ്റെ പോക്ക്. എത്ര വർഷം എടുക്കുമെന്ന് കണ്ട് തന്നെ അറിയണം. എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് ഒരു 8 വർഷമോ 10 വർഷം എടുക്കാം. അപ്പോൾ എല്ലാവരും അത് ചിന്തിച്ച് നോക്കും, ഉണർന്ന് പ്രവർത്തിക്കുക. പിന്നെ അടുത്ത വേറെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഗവൺമെൻറ് ജീവനക്കാരോടാണ്. പല ജില്ലകളിലുള്ളവർക്ക് UGC അംഗീകാരമില്ലാത്ത ഡിഗ്രി ഉള്ളത് കാരണം കേരള ഗവൺമെൻറ് ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം കാണിച്ച്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളടുത്ത് സുപ്രീം കോടതിയിൽ പെറ്റീഷണർ ആകുക. അപ്പം ഇങ്ങനെ 2-3 ജില്ലകളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പോകെ പോകെ എല്ലാ ജില്ലകളിലും ബാധിക്കും. ഒടുക്കം ഗവൺമെൻറ് ജീവനക്കാർ എല്ലാം നടു റോട്ടിൽ സമരത്തിന് ഇറങ്ങേണ്ട അവസ്ഥ നേരിടേണ്ടതായിട്ട് വരും. പോകുന്നത് കണ്ടിട്ട് അങ്ങനെ ഒരു കാര്യം ഉടനെ നടക്കുമെന്ന ലക്ഷണമുണ്ട്. 3 വർഷം കൊണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങളോടൊപ്പം എല്ലാവരും സഹകരിക്കുന്നു. ഫണ്ട് തന്ന് അതും അല്ല, നിങ്ങൾ സുപ്രീം കോടതിയിൽ ഒരു ലോയറിനെ വെച്ച് പോകുന്നു. ഇനി സെപ്പറേറ്റ് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പല അഡ്വക്കേറ്റും പല എമൗണ്ടുകളാണ് ചോദിക്കുന്നത്. 10 ലക്ഷമോ 12 ലക്ഷമോ 20 ലക്ഷം രൂപ വരെ സുപ്രീം കോടതിയിൽ സിറ്റിംഗ് പറയുന്ന ലോയർമാർ പറയും. സീനിയർ അഭിഭാഷകൻ്റെ പൈസയാണ് ഞാൻ പറയുന്നത്. ജൂനിയറും കൂടുതൽ പറയും. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, ഞങ്ങളുടെ കൂടെ വരണോ. ഇനി ഞങ്ങൾക്ക് കേസ് പറയാൻ മുമ്പോട്ട് 5 ലക്ഷം രൂപയാണ് വേണ്ടത്. അണ്ണാമല യൂണിവേഴ്സിറ്റി UGC സൈറ്റിൽ കൊണ്ടുവരാൻ 5 ലക്ഷം രൂപയാണ് വേണ്ടത്. സീനിയർ വക്കീലിനെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ കേസ് സ്പീഡപ്പായിട്ട് പോവുള്ളൂ. ടോട്ടലായിട്ട് 2 ലക്ഷം രൂപ ഞങ്ങൾ പിരിച്ചിട്ടുണ്ട്. ആ പൈസ വെച്ചാണ് ഞങ്ങൾ മധുരൈ ഡിസ്ട്രിക്റ്റ് കോടതിയിലും മദ്രാസ് ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ എത്തിയത്. ഇതുവരെ ടോട്ടൽ 7 ലക്ഷം രൂപയാണ് ഈ കേസിൻ്റെ ചിലവ്. അതിൽ 2 ലക്ഷം രൂപ പിരിച്ചു കിട്ടി. ഇനി 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് വേണ്ടത് സുപ്രീം കോടതിയിൽ കേസ് പറയാൻ. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ സീനിയർ അഭിഭാഷകന് കേസ് ഏൽപ്പിക്കാൻ പറ്റുള്ളൂ. പൈസ ഇല്ലാത്തത് കാരണം ഞങ്ങളിപ്പോൾ ജൂനിയർ വക്കീലിനെയാണ് കേസ് ഏൽപ്പിച്ചിട്ടുള്ളത്.